കൊടുങ്ങല്ലൂർ നഗരസഭയുടെ സ്പോർട്സ് സെന്റർ കാട് കയറി നശിക്കുന്നതായി BJP. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കുരുന്നു മനസ്സിൽ അറിവിന്റെ അമൃത പകരാൻ നാമൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കൊടുങ്ങല്ലൂർ. പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ, കൂടാതെ സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ TKS-പുരത്ത് കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്പോർട്സ് സെന്റർ നഗരസഭയിലെ LDF ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയും കൊടുങ്കാര്യസ്ഥതയും മൂലം കാട് കയറി നശിക്കുകയാണ്. നിലവിൽ സ്പോർട്സ് സെന്റർ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് വിതരണ ശൃംഖലയുടെയും താവളമായി മാറിയിരിക്കുന്നു. പരിസരത്ത് താമസിക്കുന്ന കുട്ടികളും സ്ത്രീകളുമടക്കമുള്ളവർ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ്. വളർന്നുവരുന്ന കായിക തലമുറയ്ക്ക് ആശ്രയ കേന്ദ്രമാകേണ്ട സ്പോർട്സ് സെന്റർ CPI-യുടെയും CPM-ന്റെയും രാഷ്ട്രീയ ചേരിപ്പോര് കാരണം നശിക്കുന്നതിൽ BJP പാർലമെന്ററി പാർട്ടി കടുത്ത അമർഷം രേഖപ്പെടുത്തി. ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് സ്പോർട്സ് സെന്റർ പ്രവർത്തന സജ്ജമാക്കണമെന്നും അല്ലാത്തപക്ഷം കൊടുങ്ങല്ലൂരിലെ കായിക പ്രേമികളെയും ജനാധിപത്യ വിശ്വാസികളെയും സംഘടിപ്പിച്ച് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, കൗൺസിലർമാരായ ശിവറാം, പരമേശ്വരൻകുട്ടി തുടങ്ങിയവരും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കുറുക്കനും പാമ്പും പോലുള്ള മാരകമായിട്ടുള്ള വിഷങ്ങൾ ഉള്ള പാമ്പുകളും അതുപോലെ തന്നെ കുറുക്കനും പട്ടികളൊക്കെ തന്നെ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കൗൺസിലിലെ ഈ വിഷയം BJP-യുടെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പൂട്ടിയിരുന്നത് ശരിയല്ല, വിദ്യാർത്ഥികൾക്ക് കളിക്കാനായിട്ട് വിട്ടു തുടങ്ങും. പക്ഷേ യാതൊരുവിധ നടപടിക്രമങ്ങളും ചെയ്തിട്ടില്ല. 2018-2019 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 1 കോടി രൂപയോളം ചെലവ് ചെയ്തിട്ടുള്ളത് നിർമ്മാണം വലിയൊരു മന്ത്രി വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത പരിപാടിയാണ്. ഇതുവരെയും ഇതൊരു പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ അതുമാത്രമല്ല, ഈ പരിസരവാസികളെ ഭാഗത്ത് നിന്ന് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഈ പരാതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമല്ല പകലും ഈ പ്രദേശത്ത് നിന്ന് പുറത്തുള്ള പല ആളുകളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് കഞ്ചാവും ചരസും മദ്യം ഉൾപ്പെടെയുള്ള വിൽക്കലും മേടിക്കലും ഉപയോഗിക്കലൊക്കെ തന്നെ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മറവിൽ ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് വലിയൊരു ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കാനുള്ളൊരു നടപടിക്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവണം. അതുമാതിരി തന്നെ നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ ഒരുപാട് സ്പോർട്സിനോട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഈ ഇവിടെ ഈ കോംപ്ലക്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവും. ഈ പരിസരത്തുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഈ ക്രിമിനലുകൾ വരുന്ന ഒരു സാഹചര്യം ഈ ഭാഗത്ത് ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് LDF ഭരണസമിതി ശക്തമായിട്ട് ഇതിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഇടപെടാൻ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. MLA ഇതിനു വേണ്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് തക്കതായൊരു ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ള സൗകര്യം കൂടി ഒരുക്കാനായിട്ട് MLA അതുപോലെ തന്നെ ഇവിടുത്തെ LDF ഭരണസമിതി തയ്യാറാവണമെന്ന് സൂചിപ്പിക്കാനുള്ളത്. How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Oh, really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.